വാങ്ങുന്നത് സംബന്ധിച്ച് ഈയിടെ NSU ദേശീയ സെക്രട്ടറി എറിക് സ്റ്റീഫൻ ബംഗളൂരുവിലെ സ്വകാര്യ കമ്പനിയിൽ വിളിച്ച് വിവരങ്ങൾ തിരക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് എറിക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഡ്രോൺ വാങ്ങുന്നത് എന്തിനെന്ന് അന്വേഷിക്കുകയും ചെയ്തത്. ഇതുകൂടാതെ ബംഗളൂരുവിൽ വിളിച്ചന്വേഷിച്ച 4 ഏജൻസികൾക്കും ഡ്രോൺ എറിക്കിന് വിൽക്കാൻ പാടില്ല എന്ന നോട്ടീസ് നൽകുകയും ചെയ്തു. ഇതോടെയാണ് ഫോൺ പോലീസ് ചോർത്തുന്നുവെന്ന ആരോപണവുമായി എറിക്ക് രംഗത്തെത്തിയത്. ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എറിക്കിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിഷയത്തിൽ പോലീസിന്റെ വിശദീകരണം. എന്നാൽ മാർ ഇവാനിയോസ് കോളേജിലെ ഒരു പരിപാടിയുടെ ചിത്രീകരണത്തിന് വേണ്ടിയാണ് ഡ്രോൺ വാങ്ങാൻ തീരുമാനിച്ചതെന്നും തന്റെ ഫോൺ ചോർത്തിയത് എന്തിനെന്ന് പോലീസ് മറുപടി പറയണമെന്നും എറിക്ക് പറയുന്നു. ഞാൻ ചെയ്ത ഫോൺ കോളുകൾ എനിക്കിപ്പോൾ അവരെ വാട്സാപ്പിൽ വിളിക്കാൻ പറ്റില്ല. അവരെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ബാംഗ്ലൂരിലാണ് കൂടുതൽ നല്ല ഡ്രോൺസ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഡ്രോൺ വാടകയ്ക്ക് എടുക്കുന്നതിന് പകരം ഞങ്ങൾക്കൊരു ഡ്രോൺ സ്വന്തമായിട്ട് വേണം തോന്നി വീഡിയോ ഫുട്ടേജ് പകർത്താം. എൻ്റെ ഭാഗത്തു നിന്ന് പേഴ്സണലി ഞാനിത് കോടതിയെ സമീപിക്കാൻ, കാരണം എവിടെ നിന്ന് ഇവർക്ക് ഈ വിവരം കിട്ടി അതെനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അത് കൃത്യമായി അന്വേഷിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കണം. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി സംശയമുള്ളവരുടെ ഫോൺ വിളി വിശദാംശങ്ങൾ സൈബർ സെൽ വഴി സർവീസ് പ്രൊവൈഡർമാർ മുഖേന ശേഖരിക്കാൻ എല്ലാ SHOമാർക്കും അനുവാദമുണ്ട്. IG മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് സംശയമുള്ള ഏതൊരാളിന്റെയും ഫോൺ സംഭാഷണം 7 ദിവസങ്ങൾ വരെ ചോർത്താം. ഇതുകൂടാതെ ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതിയുണ്ടെങ്കിൽ 2 മാസം വരെ ഫോൺ വിളി നിരീക്ഷിക്കാനും ചോർത്താനുമാകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.